പഞ്ചാബ് കണ്ടിന്യൂസ് ആയി 5ാമത്തെ പരാജയം ഇന്നലെ ഏറ്റുവാങ്ങിയതോടെ പോയിന്റ് ടേബിളിലെ ക്വാളിഫിക്കേഷൻ ചാൻസ് തന്നെ ഡ്രമാറ്റിക്കായി ഇന്നലെ മാറി. അതുകൊണ്ട് ലേറ്റസ്റ്റ് പോയിന്റ് ടേബിൾ എങ്ങനെയെന്ന് നോക്കാം. നിലവിൽ അവസാന 4 സ്ഥാനക്കാരെ ഇക്വേഷനിൽ നിന്നും മാറ്റി നിർത്താം. ടോപ്പിൽ നിൽക്കുന്നവർ തുടർച്ചയായി തോറ്റാൽ മാത്രമേ ഡൽഹിക്കും കൊൽക്കത്തയ്ക്കും ഇനി ചാൻസ് ഉള്ളൂ. അതും റൺ റേറ്റ് വെച്ച് ഒരു 5% ചാൻസ് പോലും കൊടുക്കാനും പറ്റില്ല. ഇനിയുള്ള രാജസ്ഥാൻ, CSK, പഞ്ചാബ് എന്നിവർ തമ്മിലാണ് യഥാർത്ഥ പോരാട്ടം ഇപ്പോൾ നടക്കുന്നത്. പഞ്ചാബ് ഇന്നലെ തോറ്റത് ഹൈദരാബാദിനും ചെന്നൈക്കും രാജസ്ഥാനും ഒരുപോലെ ഗുണം ചെയ്തിട്ടുണ്ട്. കാരണം പഞ്ചാബ് 19 പോയിന്റ് വരെ എത്താൻ പൊട്ടൻഷ്യൽ ഉള്ള ഒരു ടീമായിരുന്നു. CSK, RR, SRH എന്നിവരൊക്കെ 18 പോയിന്റ് വരെ മാത്രമേ എത്താൻ പറ്റുകയുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇത് ഇന്നലെ പഞ്ചാബ് തോറ്റതോടെ മൊത്തത്തിൽ മാറി. ഇനി പഞ്ചാബിന് മാക്സിമം എത്താൻ പറ്റുക 17 പോയിന്റ് ആണ്. ഒപ്പം RCBയുമായി അടുത്ത കളിയും വരുന്നുണ്ട്. ആ കളി മറ്റോ തോറ്റാൽ പഞ്ചാബ് പുറത്തേക്ക് പോകാനുള്ള സിനാരിയോ 90% പോസിബിൾ ആണ്. CSK ഇന്ന് LSCക്കെതിരെ കളിക്കുമ്പോൾ ഇന്ന് ജയിച്ചാൽ 4ാം സ്ഥാനത്തേക്ക് എത്താം. എന്നാൽ മറ്റുള്ള 3 ടീമിനും CSK തോക്കുന്നതായിരിക്കും ബെനിഫിറ്റ് ചെയ്യാൻ പോകുന്നതും. വരുന്ന ഞായർ മുതൽ ചൊവ്വ വരെ നടക്കുന്ന 4 മാച്ചസ് ആയിരിക്കും പോയിന്റ് ടേബിൾ എങ്ങോട്ട് എന്ന് നിശ്ചയിക്കാൻ പോകുന്നത്. കാരണം അപ്പോഴേക്കും രാജസ്ഥാന്റെയും ചെന്നൈയുടെയും 2 കളി പൂർത്തിയായിട്ടുണ്ടാകും. പഞ്ചാബ് RCB ഗെയിമും കഴിഞ്ഞിട്ടുണ്ടാകും. ഒന്നുകിൽ എല്ലാ വർഷത്തെയും പോലെ ഒരു ഫോട്ടോ ഫിനിഷിലേക്കായിരിക്കും വരിക, അല്ലെങ്കിൽ ഈ ഗെയിംസ് കൊണ്ട് തന്നെ 3rd, 4th സ്പോട്ടുകൾ കൺഫേം ആയിട്ടുണ്ടാകും. ആദ്യ 3 സ്ഥാനത്ത് നിൽക്കുന്നവർക്കും സ്പോട്ടൊന്നും ഇപ്പോഴും കൺഫേം ആയിട്ടില്ല എങ്കിലും താഴെ നിൽക്കുന്ന ടീമുകൾ തോക്കുന്നത് അവരുടെ ഒഫീഷ്യൽ ക്വാളിഫിക്കേഷൻ സ്റ്റാറ്റസ് സാധ്യത കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. SRHന് RCBയും CSKയുമായിട്ടാണ് കളി വരുന്നത്. സോ 3 ടീമിനെയും അഫക്റ്റ് ചെയ്യാൻ പറ്റുന്ന 2 ഗെയിംസ് ആണത്. മത്സരങ്ങളിൽ എന്തും സംഭവിക്കാമെങ്കിലും GTയും RRുമാണ് കുറെ കൂടി സേഫായ ഗെയിംസ് കളിക്കുന്നത്. രാജസ്ഥാന് ഡൽഹി, ലക്നൗ, മുംബൈ എന്നിവരുമായിട്ടാണ് ശേഷിക്കുന്ന മത്സരങ്ങൾ. GTക്ക് കൊൽക്കത്തയും ചെന്നൈയും. നിലവിൽ RCBയും GTയും ഓൾമോസ്റ്റ് ഷുവറായി പ്ലേ ഓഫ് കളിച്ചേക്കും. SRH ആണ് സാധ്യതയുള്ള അടുത്ത ടീം. 4th സ്പോട്ടിനുള്ള സാധ്യത CSKയ്ക്കും RRനുമാണ് പഞ്ചാബ് തോറ്റതോടെ ഉയർന്നു വന്നിരിക്കുന്നത്.